കോൺഗ്രസിന്റെ പുതിയ ബ്ലോക്ക് പ്രസിഡന്റുമാർക്കായി സംഘടിപ്പിക്കുന്ന കോൺക്ലേവിന് കോഴിക്കോട് തുടക്കമായി. ഈ വാർത്താ വിശദാംശങ്ങളുമായി റിയാസ് കെ മാർ ചേരുന്നു. റിയാസ്, കോൺക്ലേവ് ആരംഭിച്ചിട്ടുണ്ടോ? മറ്റ് വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? അജി, രാവിലെ 10:30 അപ്പോളോ ഡിമോറോ ഹോട്ടലിൽ സജ്ജമാക്കിയ ഈ കോൺക്ലേവ് വേദിക്ക് പരിസരത്തായി കോൺഗ്രസിന്റെ അധ്യക്ഷൻ KPCC അധ്യക്ഷൻ K സുധാകരൻ പതാക ഉയർത്തിയതോടുകൂടിയാണ് നോർത്ത് സോൺ, അതായത് വടക്കൻ മേഖല കോൺക്ലേവിന് തുടക്കമായത്. കോൺഗ്രസ് 282 പുതിയ ബ്ലോക്ക് പ്രസിഡന്റുമാരെയാണ് സംസ്ഥാനത്ത് നിയമിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ എല്ലാവർക്കും പരിശീലനം നൽകുക എന്നുള്ളതാണ് ഈ കോൺക്ലേവിന്റെ ഒരു ഉദ്ദേശം. പ്രഥമമായും കോൺഗ്രസ് അതാണ് പറയുന്നത്. എങ്കിൽ കൂടിയും മിഷൻ 24 എന്ന് പറയുന്ന പുതിയൊരു പദ്ധതി, അത് നാളെ വൈകുന്നേരം ഈ കോൺക്ലേവിന്റെ അവസാനത്തിലാണ് പ്രഖ്യാപിക്കുക. ആ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ, അത് ആസൂത്രണം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് യഥാർത്ഥത്തിൽ കോൺക്ലേവ് നടക്കുന്നത്. ഇതിന്റെ മുന്നോടിയായി തന്നെ തെക്കൻ മേഖലയിലുള്ള 142 ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാർക്കുള്ള കോൺക്ലേവ് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെയും മിനിഞ്ഞാന്നുമായി ആലുവയിൽ നടന്നിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ഇന്നും നാളെയുമായി കോഴിക്കോട് ഇത്തരത്തിലൊരു കോൺക്ലേവ് നടക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറാണ് ഈ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം പ്രധാനമായും കോൺഗ്രസിന്റെ അച്ചടക്കത്തെക്കുറിച്ച് നേതാക്കളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കോൺഗ്രസിനകത്ത് അച്ചടക്കം എന്ന് പറയുന്നത് പരമപ്രധാനമാണ്. അത് മുതിർന്ന നേതാക്കൾ പാലിക്കാൻ തയ്യാറാകണം. എന്ത് പരാതിയുണ്ടെങ്കിലും ഹൈക്കമാൻഡിനോടും മറ്റു നേതൃത്വത്തോടും അത് പറയാം. ആരെയും കേൾക്കാൻ നേതൃത്വം തയ്യാറാണ്. പുനഃസംഘടനയിൽ മുതിർന്ന നേതാക്കൾക്ക് അർഹമായ സ്ഥാനം ഉറപ്പുവരുത്തുമെന്നും താരിഖ് അൻവർ അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അധ്യക്ഷനായിരുന്നത് KPCC പ്രസിഡന്റ് K സുധാകരനായിരുന്നു. K സുധാകരൻ പ്രധാനമായും കോൺഗ്രസിനെതിരായ സ്വയം വിമർശനം, അതായത് ആത്മവിമർശനം തന്നെയാണ്. കാരണം അദ്ദേഹം തന്നെയാണ് KPCC അധ്യക്ഷൻ. കേരളത്തിലെ കോൺഗ്രസിൽ വരേണ്ട മാറ്റങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും K സുധാകരൻ സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് പാർട്ടി ജനങ്ങളിൽ നിന്നും അകലുന്നുണ്ട്, അതായത് പരിസരത്തുള്ളവർക്ക് താങ്ങാവുന്ന നേതാക്കളാണ് കോൺഗ്രസിൽ വേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ നേതൃത്വവും ജനങ്ങളും തമ്മിൽ വൈകാരിക ബന്ധമില്ല, അങ്ങനെ ഒരു പോരായ്മ കോൺഗ്രസിനുണ്ട്. സർക്കാരിനെതിരെ ജനങ്ങളുടെ മനസ്സിൽ അത് തീവ്ര വികാരമുണ്ട്. എന്നാൽ ആദ്യം ഉണരേണ്ടത് നമ്മളാണ്, അതായത് കോൺഗ്രസ് നേതാക്കളാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. മാറ്റത്തിന് കോൺഗ്രസ് തയ്യാറാവണം. അനുകൂല കാലാവസ്ഥ മുതലാക്കാൻ കഴിയാത്തത് കോൺഗ്രസിന്റെ ദൗർബല്യമാണ് എന്ന് പറയുന്ന K സുധാകരൻ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മണ്ഡലം കമ്മിറ്റികളാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല, ഇനി അടുത്ത പുനഃസംഘടന, കാരണം ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ നിയമനം പൂർത്തിയായി, ഇനിയിപ്പോൾ അടുത്ത പുനഃസംഘടന മണ്ഡലം പ്രസിഡന്റുമാരുടെ കാര്യത്തിലാണ്. ആ മണ്ഡലം തല പുനഃസംഘടന ഈ വരുന്ന ഒരു മാസത്തിനകം പൂർത്തീകരിക്കുമെന്നും K സുധാകരൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു. പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് K സുധാകരൻ പ്രതികരിച്ചത്. അഴിമതിയുടെ കൂമ്പാരമാണ് പിണറായി വിജയൻ നടത്തുന്നത്, ഒരു ഉളുപ്പില്ലാത്ത മുഖ്യമന്ത്രി എന്ന ഒരു ശക്തമായ ഭാഷയിലുള്ള വിമർശനം കൂടിയാണ് പിണറായി വിജയനെതിരെ K സുധാകരൻ ഈ കോൺക്ലേവിന്റെ ഭാഗമായി ഉന്നയിച്ചത്. 140ഓളം ബ്ലോക്ക് പ്രസിഡന്റുമാർ ഇതിൽ സംബന്ധിക്കുന്നു. അതായത് കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളിലെ ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റുമാരാണ് ഈ ഒരു കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. അവർക്ക് പുറമെ DCC അധ്യക്ഷന്മാരുണ്ട്, KPCC ജനറൽ സെക്രട്ടറിമാർ, മറ്റ് ഭാരവാഹികൾ, വൈസ് പ്രസിഡന്റുമാർ അടക്കമുള്ളവർ ഇതിൽ സംബന്ധിക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമായും ഇതിൽ ക്യാമ്പിന്റെ ഡയറക്ടർ ചെറിയാൻ ഫിലിപ്പാണ്. അദ്ദേഹമാണ് ക്യാമ്പിന്റെ ഡയറക്ടറായി ഈ 2 ദിവസവും ക്യാമ്പ് നിയന്ത്രിക്കുന്നത്. ഇന്ന് രാത്രി 8 മണി വരെ ക്യാമ്പിനകത്ത് ചർച്ചകളുണ്ടാവും. ഉദ്ഘാടന ദൃശ്യങ്ങൾ മാത്രമാണ് മാധ്യമങ്ങൾക്ക് പകർത്താൻ അനുമതി ഉണ്ടായിട്ടുള്ളത്. മറ്റൊന്നും തന്നെ മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. ഇനിയിപ്പോൾ നാളെ വൈകിട്ട് ഇതിന്റെ സമാപന വേദിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസാരിക്കും. അദ്ദേഹം ഇന്നും ഉണ്ടായിരുന്നു, മുഖ്യാതിഥിയായി ഉണ്ടായിരുന്നു. അതിനിടയിൽ ഇന്നിപ്പോൾ സരിനെ പോലുള്ള കോൺഗ്രസിന്റെ ഭൗതിക തലത്തിലുള്ള നേതാക്കളുണ്ട്. സരിൻ, ഒപ്പം തന്നെ എഴുത്തുകാരി സുധാ മേനോൻ, കോൺഗ്രസിനൊപ്പം നടക്കുന്ന എഴുത്തുകാരി സുധാ മേനോൻ അടക്കമുള്ളവർ വിവിധ വിഷയങ്ങളിൽ ഈ ബ്ലോക്ക് കോൺഗ്രസിന്റെ അധ്യക്ഷന്മാർക്ക് ക്ലാസ് നൽകുന്നു എന്നുള്ളതാണ്. ഫലത്തിൽ കോൺഗ്രസ് മിഷൻ 24 തയ്യാറെടുക്കുകയാണ്. മിഷൻ 24 എന്നതുകൊണ്ട് ലക്ഷ്യമിടുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2020 ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. അതുകൊണ്ട് തന്നെ അത് സാധ്യമാകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, ബൂത്ത് തലം മുതലുള്ള പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ CUCകൾ രൂപീകരിക്കുക എന്ന ഒരു നിർദ്ദേശം കൂടി ബ്ലോക്ക് പ്രസിഡന്റുമാർക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുന്നുണ്ട്. അതുകൂടി കണക്കിലെടുത്തുള്ള ഒരു ശക്തമായ ഒരു സംഘടനാ സംവിധാനം ഉറപ്പാക്കുകയാണ് മിഷൻ 24ന്റെ ലക്ഷ്യം. ഫലത്തിൽ കഴിഞ്ഞ വർഷം കൈവിട്ട ആലപ്പുഴയും കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തേക്ക് പോയതുകൊണ്ട് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ അക്കൗണ്ടിലുള്ള കോട്ടയവും തിരിച്ചു പിടിച്ചുകൊണ്ട് 20 സീറ്റും കേരളത്തിലെ ലോക്സഭാ സീറ്റുകളിൽ പിടിച്ചെടുത്തുകൊണ്ട് കേരളത്തിലൊരു സമഗ്രമായ ആധിപത്യം ലോക്സഭാ സീറ്റുകളുടെ കാര്യത്തിൽ ഉണ്ടാക്കണമെന്നൊരു കർശന നിർദ്ദേശത്തിന്റെ, ഹൈക്കമാൻഡ് നിർദ്ദേശത്തിന്റെ ഭാഗം കൂടിയാണ് ഈ മിഷൻ 24. അതിന്റെ മുന്നോടിയായാണ് ഇപ്പോൾ കോൺക്ലേവ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അജി.